വിദ്യാർത്ഥികൾക്കും അഭീതകാംക്ഷികൾക്കും സ്നേഹനിർഭരമായ പ്രഭാത വണക്കം. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ പദ്ധതിയിൽ ഒരു സെഷൻ കഴിഞ്ഞു. നമ്മുടെ പരീക്ഷ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ പുനരാരംഭിച്ചിരിക്കുന്നു. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പരീക്ഷയാണോ പ്രധാനം, പഠിപ്പാണോ പ്രധാനം? അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ രണ്ടും പ്രധാനപ്പെട്ടതാണ്. പഠനമാണ് പ്രധാനം. പഠനം എന്തുമാത്രം എന്ന് അളക്കുന്ന ഒരു സംവിധാനമേ ഉള്ളൂ പരീക്ഷ. പരീക്ഷയേക്കാൾ പ്രധാനപ്പെട്ടത് നന്നായി പഠിക്കുന്നു എന്നുള്ളതാണ്. സൺഡേ സ്കൂളിൽ പരീക്ഷയുണ്ട്, പഠനമുണ്ട്. എന്നാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതിൻ്റെ കൂടെ പരീക്ഷയും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആഴ്ചയിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാമല്ലോ. സെപ്റ്റംബർ 14-ാം തീയതി സഭയ്ക്കൊരു വലിയ ദിവസമായി. നിങ്ങൾ ഓർക്കുമായിരിക്കാം, ശ്രീവാദാസ സമൂഹം എന്ന മിഷൻ പ്രസ്ഥാനം അന്നാണ് ഉദിക്കുന്നത്. 1924. എത്ര വർഷമായിരുന്നു കണക്ക് കൂട്ടിയത്? ഇത് സ്ഥാപിച്ച ആളിൻ്റെ പേര് നിങ്ങൾക്കറിയാം. സൺഡേ സ്കൂളിലെ ഏതൊരു ക്ലാസ്സിൽ ദിവസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ശ്രീവാദാസ സമൂഹത്തിൻ്റെ ആസ്ഥാനം കുളന്തുരുത്തി അടുത്തുള്ള കർമ്മേൽ ദേറായിലാണെന്നും നിങ്ങൾ പലർക്കും അറിയാമായിരിക്കാം. എങ്കിലും മലങ്കര സഭയുടെ ഏറ്റവും വലിയ വിജാതീയ മിഷൻ എന്ന് പറയുന്നത് ഈ ശ്രീവാദാസ സമൂഹത്തിലൂടെയാണ് നടപ്പിലാക്കുക. ഇന്ന് നമുക്ക് നമ്മുടെ സഭയിൽ അതിൻ്റെ നല്ലൊരു അംശം ശ്രീവാദാസ സമൂഹത്തിൽപ്പെട്ട ഓർത്തഡോക്സുകാരായ ആളുകളുണ്ട്. അവരുടെ കുട്ടികൾ നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. അവരും നമ്മുടെ ഭാഗമാണ്, നമ്മുടെ അസ്ഥിയും മാംസവുമാണ്. അവരും നമ്മൾ ഒന്നാണ് എന്ന് ചിന്തിക്കുന്നത്, വേർതിരിവ് ഒന്നുമില്ല. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 15-ാം തീയതി, അതായത് ഇന്നലെ, മലങ്കര സഭയ്ക്ക് വളരെ നിർണായകമായ ഒരു ആഘോഷം, ഒരു വാർഷികമായ, എന്തിനെയാണെന്ന് ഓർത്തെടുക്കാമല്ലോ. മലങ്കരയിൽ, അതായത് ഇന്ത്യയിൽ കാതോലിക്കേറ്റ് എന്ന വലിയ സ്ഥാപനം ഉണ്ടായിട്ട് 108 വർഷങ്ങൾ ഇന്നലെ തികഞ്ഞു. 1912 സെപ്റ്റംബർ 15-ാം തീയതി മരണപ്പള്ളിയിൽ വെച്ചാണ് ഈ സ്ഥാപനം നടന്നത്. ആദ്യത്തെ മലങ്കര സഭയുടെ കാതോലിക്കയുടെ പേരൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് മെത്രാപ്പോലീത്ത, അദ്ദേഹമാണ് ഒന്നാമത്തെ കാതോലിക്കയായി ഉയർത്തപ്പെട്ടത്. ബസേലിയോസ് എന്ന സ്ഥാനനാമമാണ് കാതോലിക്കമാർക്കുള്ളത്. ബസേലിയോസ് പൗലോസ് ഒന്നാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ പേര്. വളരെ സുപ്രധാനമായൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുക മാത്രമല്ല, നമ്മുടെ സഭയ്ക്ക് നിലനിൽക്കുന്നതിന് തന്നെ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാപനമാണ് കാതോലിക്കേറ്റ്. നമ്മുടെ സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട, നമ്മൾ പ്രഖ്യാപിച്ച 3 പരിശുദ്ധന്മാരാണ്. 1947 കോതമംഗലം ബസേലിയോസ് ബാവയെയും പരുമല മാർ ഗ്രിഗോറിയോസ് പിതാവിനെയും നമ്മുടെ സഭ ഔദ്യോഗികമായി പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ആണ് വടശ്ശേരിൽ മാർ ദീവനാസ്യോസ് തിരുമേനി വിശുദ്ധനായി 2003 കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിച്ചു. ആ വടശ്ശേരിൽ പരിശുദ്ധനായ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ശാസനം എഴുതി നമുക്ക് തന്നതിൽ, സഭയ്ക്ക് തന്നതിൽ എഴുതിയിട്ടുണ്ട്: കാതോലിക്ക സ്ഥാപനത്തെ കണ്ണിൻ്റെ കൃഷ്ണകൊടി പോലെ കാത്തുകൊള്ളണം. സഭയുടെ അഭിവൃദ്ധിക്ക് അത് അത്യന്താപേക്ഷിതമാണ്. അത് സൂക്ഷിക്കുന്ന ചുമതല നിങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചു. അത് നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാതോലിക്ക സ്ഥാപനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി നടന്നു. സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇത് അറിഞ്ഞിരിക്കണം.
നമുക്ക് 1934 സഭാ ഭരണഘടന ഉണ്ടായി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വളരെ മുമ്പ് തന്നെ അതുപോലെ ഒരു കാതോലിക്ക സ്ഥാപനം ഉണ്ടായി. ഇതെല്ലാം കോടതികൾ വഴി അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മളൊരു സ്വതന്ത്രമായ സഭയാണ്, ഒരു അപ്പോസ്തോലിക സഭയാണ്. സഭ ഇവിടെ സ്ഥാപിച്ചത് യേശുക്രിസ്തു ഇന്ത്യയിലേക്ക് അയച്ച മാർത്തോമാ ശ്ലീഹായാണ്. ഇതൊക്കെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യും. സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ സഭയെക്കുറിച്ചൊരു സ്നേഹവും അഭിമാനവും നമുക്ക് തോന്നണം. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഈ സഭയുടെ ഒരു അംഗമാണ്, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് നമുക്ക് പറയണം. അത് നമ്മുടെ ജന്മാവകാശം. ഞങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളാണെന്ന് പറയാം. സൺഡേ സ്കൂൾ പഠനം ഈ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണല്ലോ. ഈ ദിവസങ്ങളിൽ നമുക്ക് ലോക്ക്ഡൗൺ മാറിയെങ്കിലും കൊറോണ വരുത്തിയ ഒത്തിരി നിബന്ധനകളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നിയന്ത്രണങ്ങളുണ്ട് ധാരാളം. ഈ കാലത്ത് പഴയപോലെ നമുക്ക് സഞ്ചരിക്കാനാവുന്നില്ല, പല നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പഠനം മുടങ്ങാതെ നടക്കണം, വായന മുടങ്ങാതെ നടക്കണം, പത്രം വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, ശരീരത്തിന് എക്സസൈസ് കിട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം, നന്നായി പ്രാർത്ഥിക്കണം, നന്നായി പ്രവർത്തിക്കണം. ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് ദൈവം തന്ന ആയുസ്സിനെ, ജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ. ഊർജ്ജസ്വലമായി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ മുമ്പോട്ട് പോകട്ടെ. എല്ലാവരുടെയും സന്തോഷത്തിൽ സഹകരണത്തിൽ നന്നായിട്ട് നടത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. ഒലിവായി നോക്കിയിടായതെന്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാത്തടിയന്റെ കാതുകളെയും കാക്കണമേ. Oh my Lord, you keep me safe like the apple of your eye. Shelter me under your wings. Temptations not come near me. On that last day, comfort me when you come in great glory. Lord, my body, mind and soul shall sing thy praise. Have mercy. കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അധ്യാപകരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പ്രിയപ്പെട്ട ജിജുവച്ചൻ ആവശ്യപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോടും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നിരന്തരമായിട്ട് സംവാദം ചെയ്താൽ അത് ഞങ്ങൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് പ്രായമുള്ള വൈദികർക്കും ഒക്കെ അത് പ്രയോജനകരമാണെന്ന് അറിയാം. എനിക്കിത് നിങ്ങളോട് പറയാനുള്ളത്,
വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള കർത്താവിൻ്റെ ഒരു വാക്യമാണ്. അതിന് മുൻപായിട്ട് സാധാരണ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം ആരാണ്? ദൈവം എന്താണ്? എങ്ങനെയാണ് ഇതൊക്കെ? അപ്പോൾ അതിനൊക്കെ ഞങ്ങളൊക്കെ ഉത്തരങ്ങൾ നൽകും കുട്ടികൾ ചോദിക്കുമ്പോൾ. ആ ഉത്തരങ്ങളൊന്നും വാസ്തവത്തിൽ നിങ്ങൾക്ക് തൃപ്തികരമാവുകയില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കയ്യിൽ 2 വെളുത്ത സാധനങ്ങളുണ്ട്. അടുക്കളയിൽ നിന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പല ഉത്തരങ്ങൾ നൽകിയേക്കാം. പഞ്ചസാരയെന്നും ഉപ്പെന്നും അരിപ്പൊടിയെന്നും ഒക്കെ നിങ്ങൾക്ക് പറയാം. അതെല്ലാം വെളുത്തതാണ്. ഇത് വാസ്തവത്തിൽ എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത് ഉപ്പും വലത്തെ കയ്യിലിരിക്കുന്നത് പൊടിച്ച കൽക്കണ്ടവുമാണ്. പക്ഷേ ഇത് അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനിത് ഒരു ചെറിയ തരിയെടുത്ത് എൻ്റെ വായിലിട്ടാൽ ഏതാണ് ഉപ്പ് ഏതാണ് കൽക്കണ്ടം എന്ന് തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. ഇതിന് അനുഭവമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് അറിയുന്ന കാര്യത്തിനാണ് അനുഭവം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തിന്നുന്ന കാര്യം മാത്രമല്ല പറയുന്നത്. ദൈവത്തെ അനുഭവിച്ചറിയണം. ദൈവത്തെക്കുറിച്ച് ബുദ്ധിപരമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒത്തിരി കാണും. ഇപ്പം ഞാൻ വേദശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് സുവിശേഷത്തിൻ്റെ മർമ്മം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഒരു വാക്കിൽ പറയാൻ പറഞ്ഞാൽ പലരും സംശയിക്കും എന്താണ് പറയേണ്ടതെന്നുള്ളത്. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അവരുടെ മനസ്സിലിരിക്കുന്നത് ഏതോ വലിയൊരു വാക്കാണ്, കഠിനമായ ദീർഘമായ ഒരു വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം ഒറ്റ വാക്കിൽ പറയാം. ഇംഗ്ലീഷിലും മലയാളത്തിലും സ്നേഹം. മലയാളത്തിൽ നമ്മൾ സ്നേഹമെന്ന് പറയുന്നതും ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയുന്നതും സുവിശേഷത്തിൻ്റെ കേന്ദ്രമാണ്. എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ശരിയായിട്ട് വായിച്ചാൽ നമുക്കത് പെട്ടെന്ന് വ്യക്തമാകും. ഞാനൊരു വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവ് നിങ്ങൾക്കറിയാം തൻ്റെ ശിഷ്യന്മാരെ അവസാനം വിളിച്ചത് സ്നേഹിതന്മാരെന്നാണ്, ഫ്രണ്ട്സ് എന്നാണ്. നിങ്ങളെൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ സാധാരണ ശിഷ്യന്മാരുമല്ല, നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും അധികം കാര്യങ്ങൾ സംസാരിക്കുന്നതും പങ്കിടുന്നതുമൊക്കെ നമ്മുടെ ആത്മാർത്ഥ സ്നേഹിതന്മാരുമായിട്ടാണ്, സുഹൃത്തുക്കളുമായിട്ടാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം. വേദപുസ്തകത്തിൽ ചിലരെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കുന്നുണ്ട്, ഫ്രണ്ട് ഓഫ് ഗോഡ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. ദൈവം നമ്മളെ സ്നേഹിതന്മാരാക്കുന്നു. ഇത് അനുഭവത്തിലൂടെ മാത്രമേ ഉള്ളൂ. നിങ്ങളെൻ്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വാക്കുകൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുന്നത്, ഹൃദയം പങ്കിടുന്നത്, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ അനുഭവം എന്ന് പറയുന്നത്. അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനും ഒത്തിരി വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. യോഹന്നാൻ ശ്ലീഹ, കർത്താവ് ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ അവസാനം പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സഹോദരനെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു എന്നറിയാം. അത് പരോക്ഷമായിട്ടാണ്, ഇൻഡയറക്റ്റാണ്. പക്ഷേ അതാണ് അതിൻ്റെ ഏക ടെസ്റ്റ്. അതാണ്
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും വെറുക്കുകയും ചെയ്താൽ എന്നിൽ ദൈവസ്നേഹമില്ല. തിരിച്ച് സഹോദരനെ സ്നേഹിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്, ദൈവത്തിൻ്റെ കൽപ്പന ഞാൻ ആചരിക്കുന്നവനാണ് എന്നും വളരെ വ്യക്തമായിട്ട് വരും. ഞാനിതിപ്പോൾ പറഞ്ഞത് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ പ്രായമായ ഞങ്ങളൊക്കെ വാസ്തവത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കണം. ഇന്ന് രാവിലെ ഒരാൾ എൻ്റെ പേർക്ക് എഴുതി, പ്രസിദ്ധനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു, പുതിയ യുഗം വരികയാണ്, നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണം. ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിനോ ഇൻ്റർനെറ്റിനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ചോദിക്കുന്നത് എൻ്റെ പ്രായമുള്ളവരോടല്ല ചോദിക്കുന്നത്, 5, 6, 7 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ചോദിക്കും. അവർ പെട്ടെന്ന് സംഗതി ശരിയാക്കി തരും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പം ഞാൻ അദ്ദേഹത്തിന് മറുപടി എഴുതി, ശരിയാണല്ലോ, യേശുക്രിസ്തു പഠിപ്പിച്ചത് അതാണല്ലോ, അവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരെ മാറോട് അണച്ചത്. അവരെ ആരും തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിടണം. ദൈവത്തിൻ്റെ മുഖം അവരുടെ മാലാഖമാർ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ കാവൽ മാലാഖമാർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും കർത്താവ് പറയും. അപ്പോൾ എന്തുമാത്രം കർത്താവ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മളിത് ഓർത്തിരിക്കണം. നമുക്ക് ബുദ്ധിപരമായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ 4 × 8 എന്ന് പഠിക്കും, അത് ബുദ്ധിയിലാണ് പഠിക്കുന്നത്. നിങ്ങൾ കോപിച്ചിരിക്കുമ്പോഴും 4 × 8 = 32ആണ്. നിങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോഴും 4 × 8 32ആണ്, അല്ലേ? നിങ്ങൾ ഉറങ്ങുമ്പോഴും അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും അവിടെ ബുദ്ധിയിൽ അല്ല, അവിടെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിലുള്ള അനുഭവത്തിലൂടെ, നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് കാഴ്ചവെക്കാൻ സാധിക്കും. പുതിയ ഈ കൊറോണ വന്നു കഴിയുമ്പോൾ പുതിയ യുഗത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും നമ്മളിപ്പോൾ പറയുന്ന ഈ വേലിക്കെട്ടുകൾക്കൊക്കെ അപ്പുറത്ത് ഉയർന്നിട്ട് എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് അറിയുകയും സഹോദര സഹോദരി സ്നേഹിത എന്ന പരസ്പരം നമുക്ക് വിളിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ ആ അനുഭവം നമ്മളെ കൈവരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കാത്തുകൊള്ളട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷയിൽ അച്ഛനെ സഹായിക്കുവാനായി നിൽക്കുന്ന ശുശ്രൂഷകരോടൊപ്പം ശുശ്രൂഷക്കുപ്പായത്തിൻ്റെ പുറത്ത് ഊറാറ എന്ന മനോഹരമായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ശമ്മാശന്മാരെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ശമ്മാശന്മാർ? എന്താണ് ഇവരുടെ കർത്തവ്യം? ആദിമസഭയിലെ പ്രഥമ ശമ്മാശന്മാർ ആരെല്ലാം? ആരാണ് ഇവരെ തിരഞ്ഞെടുത്തത്? ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുവാനാണ്
ഈ അധ്യായത്തിലൂടെ നാം ശ്രമിക്കുന്നത്. സൺഡേ സ്കൂളിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശുദ്ധനായ സ്തേപ്പാനോസിനെ കുറിച്ചും ഫിലിപ്പോസിനെ കുറിച്ചുമാണ് നാം പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിലാണല്ലോ ആദിമസഭ വളർന്നത്. എന്നാൽ സഭായോഗങ്ങളിൽ തങ്ങളുടെ വിധവമാർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന യവനന്മാരുടെ, ഇന്നത്തെ ഗ്രീക്ക് രാജ്യക്കാരുടെ പരാതി പരിഹരിക്കുവാൻ വേണ്ടിയാണ് മറ്റൊരു ഗണത്തെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ഇവരാണ് ആദിമസഭയിലെ ശെമ്മാശന്മാർ. സുറിയാനിയിൽ ശംശോനോ എന്ന വാക്കിന് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പേരെയാണ് അന്ന് സഭയിൽ തിരഞ്ഞെടുത്തത്. സ്തേപ്പാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കറോസ്, നിക്കനോർ, തിമോൻ, പർമെനാസ്, നിക്കലാവോസ് എന്നിവരായിരുന്നു ഈ 7 ശെമ്മാശന്മാർ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചാണ് അവരെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയത്. സ്തേപ്പാനോസും ഫിലിപ്പോസുമായിരുന്നു ഈ 7 പേരിൽ പ്രമുഖർ. ശെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേപ്പാനോസ് എന്ന 4-ാം തുബദേനിൽ വായിക്കുന്നത് നാം കേട്ടിട്ടില്ലേ? അപ്പോസ്തലന്മാരുടെ കൈവപ്പ് പ്രാപിച്ച സ്തേപ്പാനോസ് വലിയ സുവിശേഷ പ്രചാരകനായി മാറി. ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ധാരാളം ആളുകൾ സ്തേപ്പാനോസിൻ്റെ വാക്കുകളും ജീവിതവും പ്രവൃത്തിയും കണ്ട് കർത്താവിൽ വിശ്വസിച്ചു. ജ്ഞാനവും ആത്മാവും നിറഞ്ഞ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകളെ എതിർത്ത് തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. യഹൂദ മത നേതാക്കൾ സ്തേപ്പാനോസിൻ്റെ പ്രവർത്തനത്തിൽ ഭയചകിതരായി ചില ആളുകളെ കൊണ്ട് അവനെതിരെ കള്ളസാക്ഷ്യം പറയിച്ചു. മോശയുടെ നിയമത്തിനെതിരായി സ്തേപ്പാനോസ് ദൈവദൂഷണം പറയുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം. യഹൂദ മത നേതാക്കൾ സ്തേപ്പാനോസിനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന് ഏൽപ്പിച്ചു. കോടതിയിൽ വെച്ചൊരു സ്തേപ്പാനോസ് ഒരു പ്രസംഗം നടത്തി. ദൈവം അയക്കുന്ന പ്രവാചകനെ നിന്ദിക്കുന്നത് വഴി യഹൂദ പ്രമാണിമാരാണ് ദൈവദൂഷണം നടത്തുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. കുപിതരായ ശത്രുക്കൾ സ്തേപ്പാനോസിന്റെ നേരെ തിരിഞ്ഞ് അവന്റെ നേരെ ആക്രോശിച്ചു. സ്തേപ്പാനോസ് യേശു ക്രിസ്തുവിനെ പോലെ ശാന്തനായി നിലകൊണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്തേപ്പാനോസ് അവരോട് പറഞ്ഞു. എല്ലാവരും ചേർന്ന് സ്തേപ്പാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. ആ സമയത്തും കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് സ്തേപ്പാനോസ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്തേപ്പാനോസിന്റെ രക്തസാക്ഷിത്വം സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. ധാരാളം പീഡനങ്ങൾ സഭയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും സഭ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുവാൻ സ്തേപ്പാനോസിന്റെ രക്തസാക്ഷിത്വം ഇടയാക്കി. ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിനെ പ്രതി മരണമേറ്റ ആദ്യത്തെ സഹത ആയിരുന്നു വിശുദ്ധ സ്തേപ്പാനോസ്. ജനുവരി 8 സ്തേപ്പാനോസിന്റെ ഓർമ്മയായി നാം ആഘോഷിക്കുന്നു. അടുത്തതായി നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധനായ ഫിലിപ്പോസ് എന്ന ശെമ്മാശനെ കുറിച്ചാണ്. വിശുദ്ധനായ സ്തേപ്പാനോസിനോടൊപ്പം തന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ആളായിരുന്നു വിശുദ്ധ ഫിലിപ്പോസ്. സ്തേപ്പാനോസിന്റെ മരണശേഷം ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലേക്ക് പോയി അവിടെ സുവിശേഷം അറിയിച്ചു. വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനായി ഫിലിപ്പോസിന് സാധിച്ചു. അതിലൂടെ അനേകരെ ക്രിസ്തുവിനോട് ചേർക്കുവാൻ. ദുർമാർഗിയും മന്ത്രവാദിയുമായിരുന്ന ശിമോനെ പോലെയുള്ളവരെ ക്രിസ്തുവിനോട് ചേർക്കുവാനായി ഇദ്ദേഹത്തിന് സാധിച്ചു. ഒരു ദിവസം കർത്താവിൻ്റെ ദൂതൻ ഗസ എന്ന പട്ടണത്തിലേക്ക് പോകുന്ന ആൾത്തിരക്കില്ലാത്ത വഴിയിൽ പോയി നിൽക്കുവാനായി ഫിലിപ്പോസിനോട് ആവശ്യപ്പെട്ടു. പഴയ കാലത്ത് രാജകൊട്ടാരത്തിലൊക്കെ ഷണ്ണന്മാർ എന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ഒരു ഷണ്ണൻ അപ്പോൾ ആ വഴിയിൽ കൂടി കടന്നു വരുന്നുണ്ടായിരുന്നു. ആത്മപ്രേരിതനായ ഫിലിപ്പോസ് രഥത്തിന്റെ അടുത്ത് ചെന്ന് ഷണ്ണൻ വായിച്ചിരുന്ന ഏശയ്യാവിന്റെ പുസ്തകം അവന് വ്യാഖ്യാനിച്ചു നൽകി. അതിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണെന്നും പ്രവചനങ്ങളുടെ പൂർത്തീകരണം കർത്താവിലാണ് എന്നും ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു. ഷണ്ണൻ ഉടൻ തന്നെ സ്നാനം ഏറ്റ് കർത്താവിനെ പ്രാപിച്ചു. കൈസരിയുടെ പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ഫിലിപ്പോസ് ക്രിസ്തുവിനെ കുറിച്ചും
അവൻ്റെ ദർശനങ്ങളെക്കുറിച്ചും അറിയിച്ചു. വിശുദ്ധനായ ഫിലിപ്പോസിൻ്റെ 4 പെൺമക്കളും കർത്താവിൻ്റെ ദാസ്യരായി അവൻ്റെ ജീവിതത്തെ പ്രഘോഷിക്കുവാനായി ശിഷ്ടകാലം ചെലവഴിച്ചു. മനപ്പാഠവാക്യം: ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. എഫേസ്യർ 5:1-2 വാക്യങ്ങൾ. സ്ക്രീനിൽ കാണുന്ന ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ചോദ്യം 1: ആദിമസഭയിലെ ശെമ്മാശന്മാർ ആരെല്ലാം? എന്തായിരുന്നു അവരുടെ യോഗ്യതകൾ? ചോദ്യം 2: വിശുദ്ധ സ്തേപ്പാനോസ് സഹദായെപ്പറ്റി ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ശെമ്മാശന്മാരിൽ പ്രധാനികളായിരുന്ന വിശുദ്ധനായ സ്തേപ്പാനോസിനെ കുറിച്ചും വിശുദ്ധനായ ഫിലിപ്പോസിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്. അവരുടെ ജീവിതത്തെക്കുറിച്ചും അവർ പിന്തുടർന്ന മാതൃകകളെക്കുറിച്ചും നാം പഠിക്കുവാനായി ശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ നല്ല മാതൃകകൾ പിന്തുടരുവാനും അവരുടെ ജീവിതത്തിലൂടെ അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച നല്ല കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഗുഡ് മോർണിംഗ് എവ്രിവൺ. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആരെ പറ്റിയാണ് പഠിച്ചത്? നമ്മുടെ ആദിമസഭയിൽ സുവിശേഷ ശുശ്രൂഷ നടത്തിയ 2 ശെമ്മാശന്മാരെ പറ്റിയാണ് നിങ്ങൾ പഠിച്ചതല്ലേ? അത് ആരൊക്കെയായിരുന്നു? വിശുദ്ധ സ്തെഫാനോസും വിശുദ്ധ ഫിലിപ്പോസും. അതിനു മുൻപ് നമ്മുടെ ആദിമസഭ ആരംഭിച്ചതും അത് കഴിഞ്ഞ് എങ്ങനെയാണ് അതിൻ്റെ വളർച്ച നടന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? അപ്പൊ ഈ ആദിമ സഭയിൽ ആരാണ് ഈ നേതൃത്വം കൊടുത്തത് നമ്മുടെ ശുശ്രൂഷ വേലയ്ക്ക്? അപ്പസ്തോലന്മാരല്ലേ? അപ്പൊ ഈ അപ്പസ്തോലന്മാരില് ഏറ്റവും മൂത്തയാൾ ആരായിരുന്നു? പത്രോസ്ലീഹ ആയിരുന്നു മൂത്തയാള്. അപ്പൊ ഈ പത്രോസ്ലീഹയെ പറ്റി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മൂത്തയാളായിരുന്നോണ്ട് നാച്ചുറലി ഒരു മൂത്ത സ്ഥാനം അല്ലേ? തലവൻ എന്ന നിലയിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം, അതായത് അപ്പസ്തോലന്മാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പത്രോസ്ലീഹ പല സംഗതികളും നടത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തിയാസിന്റെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നേരത്തെ പഠിച്ചതാ അല്ലേ? ഈ വിശുദ്ധ മത്തിയാസിന്റെ തിരഞ്ഞെടുപ്പില് അവിടെ പത്രോസ്ലീഹ എണീറ്റ് എന്ന് പ്രസംഗിച്ചെന്ന് കേൾക്കുന്നുണ്ടല്ലേ? നമ്മൾ പഠിച്ചല്ലോ. പെന്തക്കോസ്തിയിലാണെന്നോ? പെന്തക്കോസ്തി കഴിഞ്ഞപ്പോഴും അതുപോലായിരുന്നു. പത്രോസ്ലീഹ എണീറ്റ് എന്ന് പ്രസംഗിച്ചു. അതായത് അപ്പസ്തോലന്മാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പത്രോസ്ലീഹ പ്രസംഗിച്ചത്. അപ്പം അന്ന് എന്തായിരുന്നു നടന്നത്? 3000 പേരെ സ്നാനപ്പെടുത്തിയല്ലേ അന്ന് നമ്മുടെ ക്രിസ്തു സഭയിലേക്ക് ചേർന്നു. അപ്പം നമ്മൾ ആ പത്രോസ്ലീഹയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ലെസൺ 10 പത്രോസ്ലീഹയുടെ പ്രേക്ഷിത വേല. പത്രോസ്ലീഹ എന്തൊക്കെയാണ് ചെയ്തത്? പത്രോസ്ലീഹ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ യേശു ക്രിസ്തു എന്തുമാത്രം അത്ഭുതങ്ങൾ നടത്തിയല്ലേ? ഒത്തിരി അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പത്രോസ്ലീഹയും ഒത്തിരി അത്ഭുത പ്രവൃത്തികളും സുവിശേഷ വേലയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെ പറ്റി നമ്മുടെ അപ്പസ്തോല പ്രവൃത്തികളിൽ ആദ്യ ചാപ്റ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ വായിക്കണം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്കിത് ശരിക്കും ഈ എല്ലാ നമ്മൾ പഠിക്കുന്ന ലെസൺസ് ഒക്കെ ശരിക്കും പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ ബൈബിൾസ് റെഫറൻസ് ഒക്കെ തരുന്ന ആ റെഫറൻസ് ഒക്കെ നോക്കി ബൈബിളെല്ലാം പഠിക്കണം. ഓക്കെ,
അപ്പം നമുക്ക് നോക്കാം പത്രോസ് ലീഹ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ആദ്യം പറയുന്നത് പത്രോസ് ലീഹയുടെ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ ചാപ്റ്ററിൽ പത്രോസ് ലീഹയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അന്ന് ജെറുസലേം ദേവാലയമാണ് ഉണ്ടായിരുന്നത് അല്ലേ. ജെറുസലേം ദേവാലയത്തിൽ ഇവരെല്ലാം പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം പത്രോസ് ലീഹായും യോഹന്നാൻ സ്ലീഹായും രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ സുന്ദരം എന്ന് പറയുന്ന ദേവാലയവാതിക്കൽ ഒരു മുടന്തൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, നടക്കാൻ വയ്യാത്ത ആള്, ഒരു മുടന്തൻ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മുടന്തൻ ഇങ്ങനെ അവർക്കിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ദയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തിനാ നോക്കുന്നേ? എന്തെങ്കിലും തരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം പത്രോസ് ലീഹായും യോഹന്നാൻ സ്ലീഹായും ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ എന്താ അവിടെ നടന്നതെന്നറിയാമോ? ഈ മുടന്തൻ എണീറ്റു നിന്നു, നടന്നു. ജന്മനാ മുടന്തനായ ഒരാളായിരുന്നു ആ മനുഷ്യൻ. അയാൾക്ക് നടക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്. അപ്പം പത്രോസ് ലീഹ അയാളെ കൈക്ക് പിടിച്ചെണീറ്റപ്പോൾ അയാള് നടന്നു. എന്തൊരു അത്ഭുതമാണ് അവിടെ നടന്നതല്ലേ. ഈ അത്ഭുതമാണ് പത്രോസ് ലീഹയുടെ ആദ്യത്തെ അത്ഭുതം. ഇതിന്റെ റെഫറൻസ് ആണ് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ ചാപ്റ്റർ 1 തൊട്ട് 10 വരെയുള്ള വേഴ്സസ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? ആ ബൈബിളൊക്കെ നേരത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ ചാപ്റ്റർ എടുത്തല്ലോ. ഓക്കെ, നമുക്കതൊന്ന് വായിക്കാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അപ്പോൾ നമ്മൾ എന്തോ കണ്ടേ? പത്രോസ് ലീഹ ജന്മനാ മുടന്തനായിരുന്ന മനുഷ്യനെ അസുഖം ഭേദമാക്കി അല്ലേ. അപ്പം ഈ നമ്മളിപ്പം വായിച്ചല്ലോ, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ നടക്കുക. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള മനപ്പാഠവാക്യം. അപ്പൊ നിങ്ങളത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതായിരുന്നു പത്രോസ് ലീഹയുടെ ആദ്യത്തെ അത്ഭുതം. പത്രോസ് ലീഹയുടെ ഈ അത്ഭുതം കണ്ട്, അതായത് ഈ മുടന്തൻ ഇങ്ങനെ ചാടി എണീറ്റ് നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ആൾക്കാർക്കെല്ലാം ഭയങ്കര അതിശയമായി. അവരെല്ലാം നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഉടനെ അവരൊക്കെ നമ്മുടെ സഭയിലേക്ക് വന്നു ചേർന്നു. ഈ സംഭവം നമ്മുടെ സഭയിൽ ഒരു ദിവസം ഓർക്കുന്നുണ്ട്. അതേത് ദിവസമാണെന്ന് പറയാമോ? അതാണ് നമ്മുടെ സ്വർണ്ണ വെള്ളിയാഴ്ച. അത്
പെന്തക്കോസ്തി കഴിഞ്ഞുള്ള ഫ്രൈഡേ, ആ ഫ്രൈഡേ ആണ് ഇത് ഓർക്കുന്നത്. അന്നത്തെ എവൻഗേലിയോനിൽ വായിക്കുന്നത് ഈ സംഭവമാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തതായിട്ട് യോപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു. ആ ഡിസൈപ്പിളിൻ്റെ പേരാണ് തബീത്ത. തബീത്ത എന്ന വാക്കിൻ്റെ അർത്ഥം പേടമാൻ എന്നാണ്, ഡിയർ. ഈ തബീത്ത എന്ന പേരുള്ള ആ സ്ത്രീ ഭയങ്കരമായിട്ട് അസുഖം വന്നു. നന്നായിട്ട് ജീവിച്ച ഒരാളൊക്കെ, ഞാൻ പറഞ്ഞു ഷി വാസ് എ ഡിസൈപ്പിൾ. അപ്പം നന്നായിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ട് അസുഖം വന്ന് മരിച്ചു. നാച്ചുറലി ഒരാൾ മരിക്കുമ്പം എന്താ പറ്റുന്നത്? അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര സങ്കടം അല്ലേ? റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, എവ്രിബഡി, എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര സങ്കടമായി. അവർ വിചാരിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കറിയാമായിരുന്നു പത്രോസ്ലീഹ എങ്ങോ ഉണ്ട്. അപ്പോൾ അവരന്വേഷിച്ചു പത്രോസ്ലീഹ എവിടെയുള്ളൂ. പത്രോസ്ലീഹ അടുത്തുള്ള ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അടുത്തുള്ള ലുദ്ദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടെന്ന് അവരറിഞ്ഞു. ഉടനെ പത്രോസ്ലീഹയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ പറഞ്ഞു വിട്ടു. പത്രോസ്ലീഹ ഉടനെ വന്നു കഴിഞ്ഞപ്പോൾ വന്ന് കാണുന്നത് ഈ ഡെഡ് ബോഡി കിടക്കുന്നു. അതിൻ്റെ ചുറ്റും ഇരുന്ന് ആൾക്കാർ, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇരുന്ന് കരയുന്നു. പത്രോസ്ലീഹ വന്ന ഉടനെ പറഞ്ഞു, നിങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങുക, മുറിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഇറക്കി വിട്ടു. എന്നിട്ട് പത്രോസ്ലീഹ അവിടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, തബീഥായെ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഉടനെ തബീഥ കണ്ണൊക്കെ തുറന്ന് എണീറ്റ് വന്നു. എണീറ്റ് അവിടെ ഇരുന്നു. എന്തോ അതിശയമല്ലേ? ഇത് കണ്ടു തന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര അതിശയമായിപ്പോയി. അപ്പോൾ അവരൊക്കെ ഉടനെ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ചു, നമ്മുടെ ക്രിസ്തു സഭയിലേക്ക് ചേർന്നു. ഈ സംഭവം നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവൃത്തികളുടെ 9th ചാപ്റ്ററിലാണ്. ഈ 9th ചാപ്റ്ററിൽ തന്നെ പത്രോസ്ലീഹയുടെ വേറൊരു പ്രവർത്തനം പറയുന്നുണ്ട്. അതായത് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ കാര്യം. ഐനയാസ് എന്ന് പേരുണ്ടായിരുന്ന ഒരു തളർവാദ രോഗി 8 വർഷമായിട്ട് ബെഡ് റിഡൻ ആയിരുന്നു. ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യായിരുന്നു. അങ്ങനെ കടന്നിരുന്ന ഒരാള് പത്രോസ്ലീഹയുടെ പ്രാർത്ഥനയാൽ സുഖപ്പെട്ടു. അങ്ങനെ ആ 8 വർഷമായിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാതിരുന്ന ആള് പെട്ടെന്ന് എണീറ്റ് നടന്നു അല്ലേ? അപ്പം പത്രോസ്ലീഹ അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു, രോഗിയെ സുഖമാക്കി. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. യഹൂദന്മാര് ക്രിസ്ത്യാനികളെ പേഴ്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും യഹൂദന്മാരൊക്കെ അങ്ങോട്ട് നമ്മുടെ ക്രിസ്തു സഭയിലേക്ക് മാറുകയാണല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ യഹൂദന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ അപ്പസ്തലന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പത്രോസ്ലീഹയെ പിടിച്ച് പ്രിസണിലിട്ടു. പ്രിസണിലിട്ട് കഴിഞ്ഞപ്പം പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോരും അല്ലേ. അപ്പം ഇപ്രാവശ്യം ഇത് അപ്പസ്തോല പ്രവൃത്തികൾ 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്നതാണ്. പത്രോസ്ലീഹ ഇങ്ങനെ പ്രിസണിൽ കിടക്കുന്നു. അവർ ഭയങ്കര സെക്യൂരിറ്റിയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ഈ കയ്യിലൊക്കെ ഇങ്ങനെ ചങ്ങലയിട്ട് കെട്ടിയിട്ടു. ഒരു തരത്തിലും രക്ഷപ്പെട്ടു പോകരുതെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കെട്ടിയിട്ടു. അത് കഴിഞ്ഞ് വാതുക്കൽ 2 ഗാർഡ്സിനെ നിർത്തി. അതായത് ഒരു തരത്തിലും പത്രോസ്ലീഹ ഇറങ്ങിപ്പോകരുത്. അപ്പൊ അങ്ങനെ പത്രോസ്ലീഹ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഇങ്ങനെ പത്രോസ്ലീഹ ഇങ്ങനെ സ്വപ്നം കാണുന്ന പോലെ ആരോ വരുന്നു. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ഏഞ്ചൽ വന്ന് പത്രോസ്ലീഹയുടെ ഈ കയ്യിലുണ്ടായിരുന്ന ചങ്ങലയൊക്കെ അഴിച്ചു മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് വാതിലിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി.
അപ്പം ഈ ഗാഡ്സ് ഒന്നും അറിഞ്ഞില്ല. ഈ ഏഞ്ചൽ അവരുടെ കണ്ണുകളൊക്കെ അടച്ചു. അങ്ങനെ പത്രോസ്ലീഹായെ ഇറക്കിക്കൊണ്ട് ദൈവദൂതൻ പോയി. പ്രസിഡന്റ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ അപ്രത്യക്ഷനായി പോയി. പത്രോസ്ലീഹ പെട്ടെന്ന് മനസ്സിലായി, ഇത് സംഭവം നടന്നതാണോ അതോ ഞാൻ സ്വപ്നം കണ്ടതാണോ എന്ന് പത്രോസ്ലീഹ ഇങ്ങനെ നോക്കി. പിന്നെ പത്രോസ്ലീഹയ്ക്ക് മനസ്സിലായി, അല്ല, ഇത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്, ഇത് സ്വപ്നമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ കാരാഗൃഹത്തിൽ നിന്നും അത്ഭുതത്താൽ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു സംഭവം പറയുന്നുണ്ട് 5-ാമത്തെ ചാപ്റ്ററിൽ. അതായത് നമ്മുടെ ആദിമസഭയിൽ, നിങ്ങൾക്കൊക്കെ അറിയാം ആദിമസഭയിൽ എങ്ങനെയാണ്, അന്ന് സിനഗോഗൊന്നും ഇല്ല. അപ്പം ആദിമസഭയിൽ ഇവർ കൂടിയിരുന്നത് വീടുകളില്ല, അല്ലേ? അപ്പോൾ വീടുകളിൽ കൂടിയിരുന്നപ്പോൾ ഇവരുടെ ചെലവുകളൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരുന്നത്? കുറേ ആൾക്കാർ ഇങ്ങനെ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളവരുണ്ട്, കുറേ ആൾക്കാർ വേറെ എന്തെങ്കിലും ഇൻകം ഉള്ളവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തുവാ ചെയ്തിരുന്നത്? ഈ പ്രോപ്പർട്ടി ഉള്ളവരും ഒക്കെ എല്ലാ സമ്പത്തും അവർ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഡിവൈഡ് ചെയ്തു. അപ്പോൾ എവ്രിബഡി യൂസ് ടു ഷെയർ ദ സെയിം തിങ്. അപ്പം ആർക്കും സ്വന്തം എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ആ കാലത്ത്, ആദിമകാലത്തിൽ അവർ ജീവിച്ചിരുന്നത്. അന്ന് ആ കാലത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അനന്യാസ് ആൻഡ് സഫീറ, ഇവരും ഇവരുടെ പ്രോപ്പർട്ടി വിറ്റിട്ട് ഈ അപ്പസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണല്ലോ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വിറ്റിട്ട് അവർ പ്ലാൻ ചെയ്തു, അവർ രണ്ടുപേരും കൂടെ സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്തു, നമുക്ക് കുറച്ച് പൈസ എടുത്ത് മാറ്റിവെക്കാം. മാറ്റിവെച്ചാൽ നമുക്കത് നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് അവർ കുറച്ച് പൈസ എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതും കൊണ്ട് അനന്യാസ് പത്രോസ്ലീഹായുടെ അടുത്ത് വന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നിട്ട് അപ്പോൾ പത്രോസ്ലീഹായ്ക്ക് കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി. പത്രോസ്ലീഹ ചോദിച്ചു അനന്യാസിനോട്, അനന്യാസെ, നിനക്ക് ഇത്രയേ വിറ്റിട്ട് കിട്ടിയുള്ളൂ? അപ്പോൾ അനന്യാസ് പറഞ്ഞു, അതെ, എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ. പത്രോസ്ലീഹ പറഞ്ഞു, ദൈവത്തെ പരിശുദ്ധാത്മാവിനെതിരെ നീ നുണ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അനന്യാസ് പറഞ്ഞു, അല്ല, എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ, അത് ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഉടനെ അവിടെ വീണ് മരിച്ചു. അപ്പം അന്നത്തെ കാലത്തൊക്കെ അന്ന് അവിടെ തന്നെ ഉള്ളവർ തന്നെ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. ഓക്കെ, അപ്പം അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു, പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പോൾ ഭാര്യ വേറെ സ്ഥലത്താണ്, ഭാര്യ ഇതൊന്നും അറിയുന്നില്ല. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ സഫീറ വരുന്നു. സഫീറ വന്നപ്പോൾ പത്രോസ്ലീഹ ചോദിച്ചു, എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് നിനക്ക് ഇത്രേ പൈസ കിട്ടിയുള്ളൂ? പറഞ്ഞു, എനിക്ക് ഞങ്ങൾക്ക് ഇത്രേ കിട്ടിയുള്ളൂ, കിട്ടിയത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് തന്നു. ഉടനെ അവരോടും പറഞ്ഞ്, നീ നുണ പറയണ്ട, പരിശുദ്ധാത്മാവിനത് നുണ പറയരുത്, ഇത് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാനായിട്ട് അവരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉടനെ സഫീറായും അവിടെ വീണ് മരിച്ചു. ഇത് കണ്ടു നിന്ന ആൾക്കാർ, ഇത്രയും ഇതാണ് നുണ പറഞ്ഞതുകൊണ്ട് അവർ അവിടെ വീണ് മരിച്ചല്ലോ. അപ്പം അതെല്ലാം കണ്ടപ്പം ഇവർക്ക് ഭയങ്കര പേടിയായി. അവര് ദൈവത്തിൽ വിശ്വസിച്ചു, അവരുടെ വിശ്വാസം കൂടി. എന്നിട്ട് അവിടെ കണ്ടു നിന്നവരെല്ലാം പിന്നെയും ഈ ക്രിസ്തു സഭയിലേക്ക് അവരെ ആകർഷിച്ചു. അങ്ങനെ പത്രോസ്ലീഹ പല പ്രവർത്തികളും, ഒത്തിരി പ്രവർത്തികളൊക്കെ നടത്തി ഇങ്ങനെ അവിടെയുള്ള ദേശങ്ങളെല്ലാം ചുറ്റി നടന്നു. എന്നിട്ട് അവരെയൊക്കെ ഒത്തിരി പേരെ ഇങ്ങോട്ട് നമ്മുടെ സഭയിലേക്ക്, ക്രിസ്ത്യാനി സഭയിലേക്ക് ചേർത്തു. പത്രോസ്ലീഹയാണ് ആദ്യമായിട്ട് ഒരു വിജാതീയനെ ക്രിസ്തീയ സഭയിലേക്ക് ചേർത്തത്. വിജാതീയൻ എന്ന് പറയുമ്പോൾ യഹൂദനല്ലാത്തവൻ. യേശുക്രിസ്തുവും അപ്പസ്തലന്മാരും എല്ലാം യഹൂദന്മാരായിരുന്നല്ലോ. അപ്പം
യഹൂദന്മാരുടെ ഇടയിലായിരുന്നു ആദ്യത്തെ പ്രേക്ഷിത വേല. അത് കഴിഞ്ഞ് അവര് ഈ വിജാതീയരെയും സഭയിലേക്ക് ചേർത്തു. അപ്പോൾ ഒരു കൈസറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ ഓഫ് റോമൻ റെജിമെന്റ്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു കൊർണേലിയൂസ്. അപ്പൊ ഈ കൊർണേലിയൂസ് എന്ന് പറയുന്ന ആള് ഭയങ്കര ദൈവഭക്തനായിരുന്നു. അയാൾ വിജാതീയനായിരുന്നു, എന്നാലും ഭയങ്കര ദൈവഭക്തനായിരുന്നു, നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാൾക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി. എന്തായാലും ദർശനം ഉണ്ടായത്, പത്രോസ്ലീഹ അടുത്തെങ്ങാണ്ടുണ്ട്. അപ്പം പത്രോസ്ലീഹ എന്ന് വിളിച്ച് പത്രോസ്ലീഹ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം എന്ന് അയാൾക്ക് തോന്നി. അയാൾ ഉടനെ 2 പേരെ പറഞ്ഞു വിട്ടു. പത്രോസ്ലീഹ അടുത്ത് യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് ആളെ പറഞ്ഞു വിട്ടു. അപ്പൊ അറ്റ് ദ സെയിം ടൈം പത്രോസ്ലീഹയും അവിടെ ഒരു ദർശനം കാണുന്നുണ്ടായിരുന്നു. പത്രോസ്ലീഹ ഇവർ ചെന്ന ഉടനെ പത്രോസ്ലീഹ അവരുടെ കൂട്ടത്തില് ഈ കൊർണേലിയസിനെ കാണാനായിട്ട് കൈസറിയയിലേക്ക് വന്നു. അപ്പൊ ഇവിടെ കൊർണേലിയോസ് ഒറ്റയ്ക്കല്ലായിരുന്നു. കൊർണേലിയസ് അവിടെ ഒത്തിരി ആളുകളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഈ പത്രോസ്ലീഹ പറയുന്നത് കേൾക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. പത്രോസ്ലീഹ വന്നപ്പോൾ കൊർണേലിയോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തരണം, നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇത്രയും പേരിങ്ങനെ കൂടിയിരിക്കുന്നു, നോക്കിയിരിക്കുന്നു, അതുകൊണ്ട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസ്ലീഹ അവിടെ സുവിശേഷ വേല ചെയ്തു. അപ്പം അവിടെ നിന്ന് കൊർണേലിയസിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരും, കൊർണേലിയോസ് ആദ്യമായിട്ട് സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ക്രിസ്ത്യാനിയായ വിജാതീയനാണ് നമ്മുടെ ഈ കൊർണേലിയോസ്. അത് കഴിഞ്ഞ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന അന്യ ആൾക്കാരും, വിജാതീയരായ ആൾക്കാരും ക്രിസ്ത്യാനികളായി. അപ്പം ഇതായിരുന്നു. അപ്പം വിജാതീയർക്ക് ക്രിസ്ത്യാനിയാകാനുള്ള വഴി തുറന്നു കൊടുത്ത ആളാണ് പത്രോസ്ലീഹ. അത് കഴിഞ്ഞ് പിന്നെ ആരാണ് കൂടുതലും ഈ വിജാതീയരുടെ ഇടയിൽ പ്രേക്ഷിത വേല നടത്തിയത്? ആരാണെന്ന് പറയാൻ പറ്റുമോ? പൗലോസ്ലീഹ അല്ലേ? പൗലോസ്ലീഹയാണ് കൂടുതലും വിജാതീയരുടെ ഇടയിൽ പ്രേക്ഷിത വേല നടത്തിയത്. പൗലോസ്ലീഹ അറിയപ്പെടുന്നത് തന്നെ വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ്, അല്ലേ? ഓക്കെ. അങ്ങനെ പത്രോസ്ലീഹ ഇങ്ങനെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നടന്ന് ഒത്തിരി പ്രേക്ഷിത വേല നടത്തി. ഈ പ്രേക്ഷിത വേല നടത്താനുള്ള ധൈര്യമൊക്കെ എവിടുന്നാ കിട്ടിയത്? നമുക്കറിയാം, പെന്തക്കോസ്തിയിൽ അല്ലേ? പെന്തക്കോസ്തിയില് പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പസ്തോലന്മാർക്കെല്ലാം പറയാനുള്ള ധൈര്യവും, ആളുകളോട് പേടിക്കാതെ എല്ലാം നടത്താനുള്ള ധൈര്യവും, അതുപോലെ ടാലൻസും കിട്ടി അല്ലേ? കഴിവുകളും കിട്ടി. പരിശുദ്ധാത്മാവ് പല വരങ്ങൾ കൊടുത്തായിരുന്നു അല്ലേ? അതെല്ലാം അന്ന് ആ പെന്തിക്കോസ്തയ്ക്ക് കിട്ടിയതാണ് അവർക്ക്. അതിനു മുൻപ് നമുക്കറിയാം, പത്രോസ്ലീഹ എന്തോ ഒരു ഭയങ്കര പേടിക്കാരനായിരുന്നു അല്ലേ? പത്രോസ്ലീഹ അല്ലേ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞത്? അത്രയ്ക്കും പേടിയായിരുന്നു പത്രോസ്ലീഹയ്ക്ക്. എന്നിട്ട് ആ പത്രോസ്ലീഹയാണ് ഇപ്പം ഒരു പേടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ, ധൈര്യത്തോടെ അല്ലേ, ഈ രാജാക്കന്മാരുടെ മുമ്പിലെല്ലാം ഒരു കാരാഗൃഹത്തിൽ കിടന്നിട്ടും ഒരു പേടിയും ഇല്ലാതെ പ്രേക്ഷിത വേല നടത്തി അല്ലേ? അപ്പൊ അത്രയ്ക്കും ഭയങ്കര ശക്തിയാണ് അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തത്. അപ്പൊ നമ്മൾ എന്തോ ഇതിൽ നിന്ന് പഠിക്കുന്നത്? നമ്മൾ ഒരിക്കലും ദൈവത്തെ തള്ളി പറയരുത് അല്ലേ? നമ്മുടെ വിശ്വാസം ഒരിക്കലും കൈവിടരുത്. ആ വിശ്വാസം നമ്മൾ നിലനിർത്തണം. എന്ത് സാഹചര്യം വന്നാലും നമ്മൾ ഒരിക്കലും നമ്മളുടെ വിശ്വാസം കളയരുത്. അതുപോലെ നമുക്ക് ഒത്തിരി കഴിവുകളൊക്കെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ടല്ലേ? ഒത്തിരി കഴിവുകളുണ്ട് നമുക്കൊക്കെ. ആ കഴിവുകൾ, ആ ദൈവിക വരങ്ങൾ എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. അപ്പോസ്തലന്മാരെന്താ ചെയ്തേ? അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചു അല്ലേ? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവർക്ക് സഹായിച്ചു, പല കാര്യങ്ങളായിട്ട് സഹായിച്ചു. അപ്പം അതുപോലെ
നമ്മളും നമ്മളുടെ കഴിവുകൾ, നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം, അവർക്കും പകർന്നു കൊടുക്കണം. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ രാജാക്കന്മാർ ഈ അപ്പസ്തോലന്മാരെ ഒത്തിരി പേഴ്സിക്യൂട്ട് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം മിക്കവാറും അപ്പസ്തോലന്മാർ കൊല്ലപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ പത്രോസ്ലീഹായും കൊല്ലപ്പെട്ടു. നീറോ ചക്രവർത്തി എന്ന് പറയുന്ന ആള് ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമായിരുന്നു. അങ്ങനെ പീഡിപ്പിച്ചിരുന്ന ആ സമയത്താണ് പത്രോസ്ലീഹായെ കൊല്ലപ്പെട്ടത്. പത്രോസ്ലീഹായെ കൊന്നത് കുരിശിൽ തല കീഴോട്ട് വെച്ചാണ് ക്രൂശിക്കപ്പെട്ടത്. അങ്ങനെയാണ് പത്രോസ്ലീഹായെ കൊന്നത്. നമ്മൾ പത്രോസ്ലീഹായെ ഓർക്കുന്നത്, നമ്മുടെ സഭയിൽ ഓർക്കുന്ന ഒരു ദിവസമുണ്ട്, ഫീസ്റ്റ്. അതെന്നാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ 13 നോയമ്പ് നോക്കുന്നുണ്ടല്ലേ. 13 നോയമ്പ്, സ്ലീഹാ നോയമ്പ് എന്ന് പറയുന്നത്. അപ്പം ആ നോയമ്പ് കഴിഞ്ഞിട്ട് ദിവസമാണ് 29th ജൂൺ അല്ലേ. അന്നാണ് നമ്മൾ പത്രോസ്ലീഹായും പൗലോസ്ലീഹായും ഓർക്കുന്ന ദിവസം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ കണ്ടു പത്രോസ്ലീഹ അപ്പസ്തോലന്മാരുടെ തലവനായിരുന്നു. പിന്നെ പത്രോസ്ലീഹ ഒത്തിരി അത്ഭുതങ്ങൾ നടത്തി, ഒത്തിരി ആൾക്കാരെ, അതായത് യഹൂദന്മാരെയും വിജാതീയരെയും ക്രിസ്തീയ സഭയിലേക്ക് ചേർത്തു. തനിക്ക് കിട്ടിയ ദൈവിക വരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുത്തു, അവരെ സഹായിച്ചു. അത്ഭുതങ്ങൾ നടത്തിയും അല്ലാതെയും രോഗശുശ്രൂഷ നടത്തിയും ഒക്കെ അവരെ സഹായിച്ചു. എത്ര പേഴ്സിക്യൂഷൻ വന്നിട്ടും പത്രോസ്ലീഹ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. ഇതൊക്കെയാണ് നമ്മൾ പത്രോസ്ലീഹയെ പറ്റി പഠിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി, അതായത് വിജാതീയരെ ക്രിസ്തീയ സഭയിലേക്ക് ചേർക്കാനുള്ള വഴി തുറന്നു കൊടുത്ത ആളും പത്രോസ്ലീഹയാണ്. ഇനി നമ്മൾ പഠിച്ച മനപ്പാഠവാക്യം ഞാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്ക്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പിന്നെ നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മനപ്പാഠവാക്യം. അപ്പം അത് പഠിക്കണം അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ സ്വർണ്ണ വെള്ളിയാഴ്ച എന്നുള്ള കാര്യങ്ങളുടെ ലിങ്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1, പത്രോസ്ലീഹായുടെ ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 2, തബീഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 3, ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യ വിജാതീയൻ ആരായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 4, സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്ത്? അത് എന്നാണ് ആചരിക്കപ്പെടുന്നത്? Now questions in English. Question number 1, which is the first miracle done by St. Peter? Question number 2, what is the meaning of the word Tabitha? Question number 3, who was the first Gentile who accepted Christianity? Question number 4, what is the significance of Golden Friday? When is it celebrated in our church? That's all for today. Thank you.